എനിക്ക് നിന്റെ ഒരു ന്യായവും കേൾക്കണ്ട. ഒന്നുകിൽ റെഡ് മെർക്കുറി അല്ലെങ്കിൽ എന്റെ കാശ്. അതെ, ഞങ്ങളുടെ കാശ് കിട്ടിയാ മതി. അപ്പൊ അതിനകത്ത് മെർക്കുറി ഇല്ലാത്തൊരു ഞാൻ ഇപ്പൊ എന്തോ ഇല്ല, അതൊന്നും പറയണ്ട, നീ കാശ് തരണം. നീ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇതിങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പൊ അണ്ണാ അങ്ങനെ നിങ്ങൾ ഈ നക്കാപ്പിച്ച കാശിന് വേണ്ടി എന്നിട്ട് ഈ തേജോധം ചെയ്യേണ്ട കാര്യമുണ്ടോ? നക്കാപ്പിച്ചേ വാങ്ങിച്ചപ്പോ നക്കാപ്പിച്ചല്ലായിരുന്നാ, നീ പൈസ തന്നിട്ട് പോയാ മതി. ഞാനാണ് ഇപ്പൊ എല്ലാം ചെയ്ത് തെറ്റുകാരെ. ഒരു 3-4 ദിവസം 4 ദിവസത്തിനകത്ത് നിങ്ങളെ പൈസ ഞാൻ തന്നു തീർത്തേക്ക്. മതി മതി. ഇല്ലെങ്കിൽ ഉത്തരം കൂടെ രാമണ്ണി ഇവിടെ സ്ഥലം വിടും. ഞാൻ ഇറങ്ങി പോകുന്നു. അത് വേണ്ട, പൈസ തന്നിട്ട് പോയാ മതി. ഞങ്ങളെ പൈസ തന്നിട്ട് നീ ഇവിടെ ഇറങ്ങിയ. ഹലോ, എന്തോ അവിടെ ബഹളം? നീ പാടി ഇവിടെ നിനക്ക് ഇതൊന്നും പറയാൻ മനസ്സിലാവുള്ളൂ. എന്തോ റെഡ് മെർക്കുറി ബ്ലൂ മെർക്കുറി എന്നൊക്കെ പറഞ്ഞോണ്ട്. മക്കളെ ഞാൻ പറയാം. അതെ, ഇവന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇതിനകത്തൊരു മെർക്കുറി ഉണ്ട്, അത് 10 മില്ലി കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പൈസ കിട്ടുന്നു. അങ്ങനെ ഇവൻ ഞങ്ങളെ കൂടെ പറഞ്ഞു പറ്റിച്ചിട്ട് ഞങ്ങള് പൈസ വാങ്ങിച്ചു. എന്റെ 5000 രൂപ വാങ്ങിച്ചു. എന്നെ വാങ്ങിച്ചു. ഓഹോ, എന്തോ സംഭവം ഇവിടെ? അമ്മ ഈ ആക്രി പറക്കിക്കൊണ്ട് വന്ന എന്തിനാണ് നമുക്ക്? ഞാൻ കേട്ട്, എല്ലാം കേട്ട്. നാണം ഇല്ലല്ലോ വിശ്വസിക്കാനായിട്ട്. ഞാനല്ല, പിന്നെ ആര്? അത് അളിയന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച. എന്റെ ഫ്രണ്ടാ, ഇവന്റെ ഫ്രണ്ട്. അയ്യോ, അണ്ണന്റെ ഫ്രണ്ട്. അല്ല, അളിയന്റെ ഫ്രണ്ട് എന്നാ പറഞ്ഞത്. അതെ, നിക്ക്. ഇപ്പൊ എന്താണ് പ്രശ്നം? റെഡ് മെർക്കുറി ഇല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കണ, ഞാൻ അവനെ വിളിച്ചു ചോദിക്കാം. അതല്ല, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അറിയണ്ടേ? ആ ശരിയാ, നിങ്ങൾ വിളി അറിയട്ടെ. ഇതിന്റെ ഒക്കെ എന്തൊരാവശ്യം? ആവശ്യമുണ്ട്. നീ മിണ്ടരുത്. ഹലോ, എടാ അശ്വിനെ. ഹലോ പിങ്കി. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ. നിനക്ക് ഈ റെഡ് മെർക്കുറിയെ പറ്റി എന്തെങ്കിലും അറിയാവോ? എന്താ പെട്ടെന്ന് കാശാരി അവനാ? കൂടായ്പ് അല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഈ പഴയ ടിവിയിലും റേഡിയോയിലും ഒക്കെ ഉണ്ടെന്നാ ഇവന്മാര് പറയുന്നേ. അതിന് ഈ റെഡ് മെർക്കുറി എന്നും പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബിൽ കുറെ പന്ന വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. അതെല്ലാം ഫ്രോഡാ. വെളുത്തുള്ളി വെച്ചാൽ അങ്ങോട്ട് നീക്കും, സ്വർണം വെച്ചാൽ ഇങ്ങോട്ട് നീങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്. എല്ലാം ഫ്രോഡല്ലേ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതൊക്കെ എന്ത്, നീ യൂട്യൂബ് തപ്പി നോക്ക്, അപ്പ കാണാം. ആ ഓക്കേടാ, ഓക്കെ. ശരിടാ, താങ്ക് യു. ഓക്കെ. കണ്ടാ എന്തുവാടെ ഇതൊക്കെ? സമാധാനമായല്ലോ എല്ലാവർക്കും? കാശപ്പത്തരും. കാശ് വേണ്ടേ? ഇല്ലല്ലോ ആ സാധനം ഇല്ല ഇവിടെ. ആര് പറഞ്ഞില്ലെന്ന്? പിന്നെ ഇവിടെ ഇല്ലല്ലോ. നീ മാറ്റി കാണും, നീ അടിച്ചു മാറ്റി കാണും. ആണോ? മാറ്റി കാണൂല, ചിലപ്പോ പറഞ്ഞോടിക്ക്. എവിടെടാ സാധനം? എവിടെ തന്നെ ഇവ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് അപ്പോഴേ അറിയാം നീ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എടുത്തോണ്ട് വാ. ഓ, ഞാൻ മാറ്റിയൊന്നുമില്ല, ഞാൻ തന്നേക്കാം. ഓ കണ്ടാ, എടുത്ത് മാറ്റി വെച്ചോ അമ്മച്ചി. ചതിയനാണ് കള്ളൻ. ഇവിടെ മൊത്തം ചതി. ഇവനാണ് ഏറ്റവും വലിയ കള്ളൻ. നിങ്ങൾ മിണ്ടരുത്. അളിയൻ ഒരൊറ്റയാളാ അതിനെല്ലാം കാരണക്കാരൻ. ഞാനല്ല, അവന്റെ കൂട്ടുകാരനാണ്. രണ്ടുപേരും കണക്കല്ല, 3 കണക്ക് തന്നെ. ഏ മാനക്കേട് ആരെങ്കിലും അറിഞ്ഞില്ല. താണ്ടടക്കണം നിങ്ങളാക റെഡ് മെർക്കുറി. അയ്യേ, റെഡ് മെർക്കുറിയോ? എടാ, അത് ലിപ്സ്റ്റിക് അല്ലയോ? ലിപ്സ്റ്റിക് ചാന്ത് എന്തോന്നും ആയിക്കോട്ടെ, അവസാനം കാശ് പോയല്ലോ എല്ലാത്തിന്റെയും കയ്യില്. മക്കളെ, നമ്മൾ അറിയാത്ത നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഗൂഢാലോചനകൾ നടക്കണം നോക്കിയാണ്. അതെ 3 എങ്ങനെ വിശ്വസിച്ച് കിടന്നുറങ്ങും വീട്ടില്? അതെ. എന്തുവാ നിന്ന് പരിങ്ങുന്നേ? കാശ് കിട്ടുന്നു വിചാരിച്ച ഉള്ള കാശിനെയും കൂടെ കൊണ്ട് കളഞ്ഞല്ലോ ഭഗവാനെ. ഒരു മിനിറ്റ്. ഗുണശേഖരന്റെ കൂട്ടുകാര് സുന്ദരപാണ്ഡ്യ. ചോദിച്ചു ഭരിച്ചെന്നു നല്ല വൃത്തിയെ കൊടു 2 ഡോസ്. ഹലോ, ആണോ? എന്നാ ഓക്കെ. ഓക്കെ. എനിക്കൊന്ന് പാളിയപ്പോ നിങ്ങൾ എന്തോന്ന് പറഞ്ഞേ? എത്ര രൂപ വേണം? അല്ല, എനിക്ക് 5000. 6000. എനിക്ക് പൈസ എനിക്ക് നിന്നെ വിശ്വാസമാണ്. പിന്നെ അങ്ങനെ തന്നെ. അത് അപ്പോഴത്തെ സാഹചര്യത്തില് നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. അതെ. പുതിയൊരു ബിസിനസ് സെറ്റ് ആയിട്ടുണ്ട്, ആരും പേടിക്കണ്ട. എന്ത് ബിസിനസ്? എല്ലാരും പൈസ ഞങ്ങൾ തന്നേക്കാം പോരെ. എന്താ ബിസിനസ്? നക്ഷത്രാമ.